അറിയാം. നോക്കിക്കോളിട്ടോ, 1 മണി 1:30 ആകുമ്പോ ഇല്ലേ കഴിഞ്ഞിട്ട്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് റെസിപ്പീസും അതുപോലെ തന്നെ കുറേ അധികം വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലാവസ്ഥ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല മഞ്ഞും ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഴയൊന്നും മഴേൻ്റെ ആ ഒരു കാലാവസ്ഥയേ അല്ല ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതൽ ഉള്ളത് കേട്ടോ. അത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവൂലേ. ഇങ്ങനെയുള്ള ദിവസം നല്ല രസമാട്ടോ. എണീറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലായിരിക്കും. വേഗം മുറ്റടിക്കാനും അങ്ങനത്തെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയമായി കേട്ടോ, എന്താ പറയുക, എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ അല്ലേ എണീറ്റപ്പോൾ റഫീഖക്ക് നെയ്പ്പത്തിരി, നമ്മളെ പൊരിച്ച പത്തിരി ഇല്ലേ, അതായത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് കട്ടിയുള്ള പൊരിച്ച പത്തിരി, അത് തിന്നണം, അതും ചായയും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ പിന്നെ കടയിൽ നിന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പോയിട്ട് റഫീഖ ചായ വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു നെയ്പ്പത്തിരി എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട്, ഓരോ ചെറുത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടോ. ഇല്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാട്ടോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇനി ആക്കാനുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു രാവിലത്തെ ഒരു പത്തിരീൻ്റെ എനർജിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വേഗം. അപ്പോൾ സിറ്റ് ഔട്ട് രാവിലെ തന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെക്കൂട്ടാ. ഈ നമ്മളെ ഷൂറാക്കുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഉപയോഗമാണ്. അല്ലെങ്കിൽ എങ്ങനെ ഞാൻ റാക്കിലേക്ക് എടുത്തു വെച്ചാലും 1-2 ചെരുപ്പ് അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാനാണെങ്കിലും റഫീഖയാണെങ്കിലും വേഗം, ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, പുറത്ത് പോയി വന്നാൽ അവിടെ വെക്കുമല്ലോ. ഇപ്പോൾ ഈ ആ ഒരു പതിവില്ല. ഇപ്പോൾ റഫീഖാന് 2 ചെരുപ്പ് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം വരുമ്പോൾ നനയുമല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ചതാട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ സംഭവമാണ്. അപ്പം അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം, നീറ്റാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര അലങ്കോലൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. റഫീഖ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും, ഇതുപോലെ ഷൂ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. നമ്മൾ കയറി ഇങ്ങനെ ഫസ്റ്റിൽ നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം ആരെങ്കിലും വരുമ്പോൾ കാണാനല്ലെങ്കിലും നമുക്ക് തന്നെ നല്ല നീറ്റായിട്ട് കിടക്കുമ്പോൾ നമ്മൾ മൈൻഡ് തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ലിവിങ്, കിച്ചണ്, അതുപോലെ തന്നെ എല്ലാം നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗവും എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മോശമായി കിടക്കുന്ന ദിവസമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും. എന്നിട്ട് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുട അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, കുട, റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ മോശമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ ഇടും. അപ്പോൾ അതാണ് സിറ്റ് ഔട്ട് ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മുറ്റം അടിച്ചു വാരി വന്നു കേട്ടോ. മുറ്റം അടിച്ചു വാരാൻ ഇന്ന് നല്ല സുഖമുണ്ട്. കാര്യം അത്യാവശ്യം ഒന്ന് ഉണങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. മഴ പെയ്താൽ ചണ്ടിയൊക്കെ ഇലകളൊക്കെ അടിച്ച് നീക്കാൻ കുറച്ചൊരു പാടാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞത് അകത്തേക്ക് കയറി ഇനി ഒന്ന് ലിവിങ്ങും ഹാളും ഒക്കെ ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു പത്തിരി എന്നുകൊണ്ട് തന്നെ വലിയൊരു വിശപ്പില്ല, കുറച്ച് സമയം അങ്ങനെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ക്ലീനിങ്, എന്താ പറയുക, എൻ്റെ ഒരു ക്വിക്ക് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാൻ ഞാൻ ആലോചിക്കാത്തതിൻ്റെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്താ, സാധാരണ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തലേ ദിവസം കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എന്താണെങ്കിലും ചിന്തിച്ച് വെക്കലുണ്ട് കേട്ടോ. ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഇന്ന് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ. അങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എന്താണ് കടി ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി. പക്ഷേ കറി അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ആവണമല്ലോ. അങ്ങനെ പിന്നെ കിച്ചണിൽ പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ തപ്പിക്കൂട്ടി ഒരു കറിയാക്കുക, അങ്ങനെയും മനസ്സിലുണ്ട്. എന്തായാലും ഞാൻ വന്ന കാര്യം എല്ലാം ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈർപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് പണിയെടുത്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. ഒരു നനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വൃത്തിയില്ലാത്ത പോലെ നമ്മളെ മൈൻഡിന് ഫീൽ ചെയ്യുക കേട്ടോ.
എന്താ പറയുക, ഒരു വെയിലൊക്കെ വന്ന് ഉണങ്ങി ഡ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈൻഡിന് എന്തൊക്കെയോ നമ്മൾ ചെയ്ത് എന്തോ നല്ല നീറ്റായിരിക്കുന്ന ഒരു ഫീൽ കിട്ടൂലേ. അതാന്ന് തോന്നുന്നു എന്ത് ചെയ്തിട്ട് നമുക്കൊരു മെന വരുന്നില്ല, ഒരു നീറ്റാകുന്നില്ല എന്നൊരു തോന്നൽ കിട്ടാം. ഇതിപ്പോൾ ഞാൻ സ്റ്റെയർ കേസ് നല്ല ഇങ്ങനെ എന്താ പറയുക പൊടി മാറാലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തതാണ്, നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. ക്ലോത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തതാകുമ്പോൾ പൊടി ഇങ്ങനെ പാറൂല, അതിലിങ്ങനെ പിടിച്ചു നിന്നോളും. അപ്പോൾ അത് വുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നനക്കുന്നൊന്നുമില്ല, വെറുതെ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ എല്ലായിടും ഒന്ന് തുടച്ച് ആ പൊടി മാറാലൊക്കെ അങ്ങ് പോകട്ടാണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ മാത്രം ഒന്ന് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, നനക്കുന്നേ ഇല്ല കേട്ടോ. മഴക്കാലത്ത് ഞാൻ നനച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കലില്ല, വുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു, അടിച്ചു വാരി ഒന്ന് റെഡിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഇതാ ഇനി കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ വരും, അപ്പോൾ അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കയറി വന്നൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ രാവിലെ നെയ്പ്പത്തിരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ റഫീഖ പറഞ്ഞു അത് തന്നെ ഉണ്ടാക്കും, ഞാൻ അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ റഫീഖ എന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നെയ്പ്പത്തിരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഭയങ്കര സിമ്പിളാട്ടോ, ഞാൻ കാണിച്ചു തരാം, ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്പ്പത്തിരിയാണ്. പിന്നെ നെയ്പ്പത്തിരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കറിയാണല്ലോ, അത് ചൂടോടെ കഴിക്കണമല്ലോ. അപ്പോൾ കറീൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ കണ്ടത് ഫ്രിഡ്ജിൽ കുറച്ച് പനീർ ഞാൻ ഫ്രീസറിലാട്ടോ വെക്കുക, കാരണം ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണത് പനീർ. ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ എപ്പോഴും കൊണ്ടുവരാത്ത ഐറ്റമാണ്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ പകുതി എടുത്തിട്ട് മുന്നേ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാട്ടോ. അപ്പോൾ അത് തീർക്കുകയും ചെയ്യാം, നമുക്കിന്നൊരു വെറൈറ്റി കറി ആവുകയും ചെയ്യുമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഇതാ പനീർ എടുത്തിട്ടുണ്ട്, കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അതിങ്ങനെ റെഡി ആയിട്ട് കിട്ടി, സോഫ്റ്റ് ആയിട്ട് കിട്ടി. പനീർ, ഗ്രീൻ പീസ്, ഒരു 2 ചെറിയ ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ചട്ടപ്പട്ടേനെ നമ്മൾ കറി അങ്ങ് റെഡിയാക്കാം, എന്നിട്ട് നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുക്കറിലാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഇപ്പോൾ രാവിലെ വെളിച്ചെണ്ണ എടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിക്കണ സംഭവമാണ്. കാരണം വെളിച്ചെണ്ണ ഇങ്ങനെ സിമൻറ്റ് കൂട്ടിയ മാതിരി കട്ടയായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് തണുപ്പ് കാരണം ഈ മഴക്കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്, തണുപ്പ് കാലത്തും അങ്ങനെ. പിന്നെ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ റഫീഖ കണ്ടുപിടിച്ച ഐഡിയ ആണ്, ഈ സ്റ്റീലിൻ്റെ കപ്പില്ലേ, നമ്മൾ ചായയൊക്കെ കൂടുതൽ എടുക്കുന്ന കപ്പ്, വലിയ കപ്പ് വെള്ളമൊക്കെ എടുക്കുന്ന അതിൽ വെള്ളം കറണ്ട് അടുപ്പിൽ വെക്കും, അതിലൊരു അരേൻ്റെ മേലെ. എന്നിട്ട് അത് നമ്മുടെ സ്റ്റീലിൻ്റെ ആണല്ലോ എൻ്റെ ഇത് എന്താ പറയുക, വെളിച്ചെണ്ണയും ഇത് ഓയിലൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഡിസ്പെൻസർ. അപ്പോൾ അത് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗത്തോളം വെള്ളത്തിലാകുമല്ലോ, അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു സമാധാനം, ഇപ്പോൾ കണ്ടുപിടിച്ചൊരു വഴിയാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വെളിച്ചെണ്ണയൊന്നും നല്ല നല്ല ബോട്ടിലൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റാത്തത്, നമ്മൾ വയനാടുകാരൊരു ഇതാണത്. ഇങ്ങനെ സ്പൂൺ കൊണ്ടും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രമാണ് നമുക്കിവിടെ പറ്റുക. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എരിവിന് പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ ഒരു 1-2 പച്ചമുളകും കൂടെ ആ സമയത്ത് ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഭയങ്കര മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു സിമ്പിൾ കറിയാണ്. എന്താ പറയുക, ഒരു വെജിറ്റേറിയൻസിനൊക്കെ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂ അല്ലെങ്കിൽ ഒരു പാൽക്കറി എന്നൊക്കെ പറയാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലൈറ്റ് യെല്ലോ കളർ ഞാൻ കൊടുക്കുന്നുണ്ടേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അത്രയും തന്നെ മതി കേട്ടോ, ഒരുപാട് ഇങ്ങനെ കുത്തണ്ട. പിന്നെ ഒരു ടേബിൾ സ്പൂൺ 2 ടീസ്പൂൺ എന്താ പറയുക നമ്മൾ മല്ലിപ്പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1 ടീസ്പൂണെല്ലാം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഒരുപാട് സ്പൈസി വേണ്ടല്ലോ, നിങ്ങളെ എരിവിൻ്റെ പാകം അതിനനുസരിച്ച് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാബീൻ ഉണ്ടെങ്കിൽ അതും കുതിർത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം, ഒന്ന് ആ മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തട്ടെ, അത്രയുള്ള. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ്, അതായത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാനുള്ളൊരു വെള്ളം, ഒരുപാട് വേണ്ട. കാരണം നമ്മളിതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് ലൂസായിട്ട് പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു, ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട്
ഒരു 2 വിസിൽ കേട്ടോ, ഒരുപാട് വേണ്ട. പനീറൊന്നും ഓവർ കുക്കാവേണ്ട കാര്യമില്ലല്ലോ, ഒരു ഓൾറെഡി കുക്ക്ഡാണ് ശരിക്കും പറഞ്ഞാൽ, അതിൽ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ 2 വിസിലോ 1 വിസിലോ ആ വെജിറ്റബിൾസ് വേവുന്ന ആ ഒരു ടൈം. ഫ്രോസൺ ഗ്രീൻ പീസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് വെന്തോളും, അത് ഒറ്റ വിസിൽ തന്നെ വേവും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ഞാനിപ്പുറത്ത് നമ്മൾ നെയ്പ്പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടേ. ഞാൻ ആ ഒരു കപ്പില്ലേ, ആ ഒരു കപ്പിന് ഒരു കപ്പാണ് റവ വെച്ചിട്ടാണ് കേട്ടോ. റവ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പത്തിരിയാണ്. അപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാനതാ നമ്മളെ കുക്കർ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പോയി വന്നോ? അപ്പം തന്നെ വന്നോ? ആ, മഴ കൊണ്ടിട്ടാ കേൾക്കണേ. മഴ പെയ്യുന്നുണ്ടല്ലോ. റഫീഖ വണ്ടി കഴുകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടൈം കിട്ടും. കാര്യം വണ്ടി കഴുകാൻ ഇറങ്ങിയാൽ എന്തെന്നാ പറയുക, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന മാതിരിയാണ്, നമ്മൾ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന മാതിരിയാണ്. കഴുകി ക്ലീനാക്കി അതിങ്ങനെ എന്താ പറയുക, സമയം പോകുന്നത് അറിയൂല കഴുകുന്നാക്ക്. അങ്ങനെ കേട്ടോ, അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഒരുപോലെ ആക്കി അതിങ്ങനെ അതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഴുകുക. അങ്ങനെ ഭയങ്കര കഴുകുക. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ പോയാലൊക്കെ, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് റഫീഖ ഞാൻ വണ്ടി ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ലോട്ടറിയാണ്. കാര്യം പോവാൻ നിൽക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് 1, 2, 3 മണിക്കൂർ അങ്ങ് വെറുതെ കിട്ടും. അതെവിടെ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നടക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് കത്തിയൊക്കെ അടിച്ചിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. അത്രയും ആവശ്യമില്ല, പക്ഷെ ചില റവക്ക് ഞാനിപ്പോൾ വറുത്ത റവയാണ്, ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് മാറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം കൂടിയാൽ നമുക്ക് കുറച്ചുകൂടെ റവ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആദ്യം തന്നെ കൂട്ടിയെടുക്കണ്ട, കുറച്ചങ്ങ് മാറ്റി വെച്ചത് ഞാൻ അതുകൊണ്ടാണ്. ഇതാ 1 കപ്പ് റവ ഇട്ട് കൊടുത്തു. ചിലപ്പോൾ നമുക്ക് ഇത് തന്നെ മതിയാവും. ചില റവേൻ്റെയാണ് കേട്ടോ, ഓരോ വറവിനും വ്യത്യാസം ഉണ്ടാവും. വറുക്കാത്തതും വറുത്തതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ റവ. പക്ഷേ വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. 1 കപ്പൊക്കെ വെച്ച്, 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് കുറച്ചങ്ങ് മാറ്റിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈ തോന്നുകയാണെങ്കിൽ വേഗം തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ വെള്ളം തിളച്ച് വന്നു, ഉപ്പിട്ടു, അപ്പം തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളെ റവ ഇട്ടതിന് ശേഷം വേഗം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ട ഇതുപോലെ വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഴഞ്ഞ് പോകരുത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അഥവാ സംഭവിച്ചാൽ കുറച്ചുകൂടെ റവ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ട് നമ്മൾ പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഫ്ലോപ്പായിട്ട് ഇത് ലൂസായിട്ട് പോയാലായിരിക്കും കേട്ടോ. ഹാർഡായിട്ടും പോകരുത്, ലൂസായിട്ടും പോകരുത്. ആ ഒരു നിങ്ങൾക്ക് ചെയ്താണ് ആ ഒരു കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരളവിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2, 3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേ. ഇനി അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അടുപ്പിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ആ പൊടി റവ ഇട്ടതിന് ശേഷം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഞാനിത് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കരുത്. എന്നാൽ നമുക്ക് കുഴച്ചാൽ ആ ഒരു മാവ് പരുവത്തിൽ അങ്ങനെ കിട്ടുകയും വേണം, ഡ്രൈ ആവുകയും ചെയ്യരുത് കേട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 ടീസ്പൂൺ, ഈ ഒരു അളവിലേക്ക് 2 ടീസ്പൂൺ മാത്രം ഞാൻ 1 ഗ്ലാസ് റവക്ക് അളവിലേക്ക് ഒരു 2 ടീസ്പൂൺ പത്തിരിപ്പൊടിയില്ലേ, അത് വറുത്തതായാലും പച്ചരീൻ്റെ പത്തിരിപ്പൊടി വറുത്തതായാലും, ഇനിയിപ്പോൾ പച്ചരിയല്ല നിങ്ങൾക്ക് ചോറ്റരിയുള്ളതെന്ന് വെച്ചാലും പുഴുങ്ങലരിൻ്റെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ടീസ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ടോപ്പിലേക്ക് ഇട്ടിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അത്രയും റിസ്ക് ഒന്നുമില്ല കേട്ടോ കുഴച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ എന്താ പറയുക, സോഫ്റ്റായി ഇങ്ങനെ ഒരുമിച്ച് വേഗം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, നമുക്കില്ലേ ഇതൊരു പാർട്ടിയിലോ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അരിയൊന്നും നമ്മൾ വെള്ളത്തിലിട്ടിട്ടില്ല, അരക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേഗം എടുത്തിട്ട് ഒരു മുട്ടക്കറിയോ അല്ലെങ്കിൽ ബീഫോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കറി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് മനസ്സിലാവുകയില്ല കേട്ടോ. നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് തിരിയേയില്ല. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് നെയ്പ്പത്തിരിയാണ്. നമ്മൾ കുറേ അധികം പല രീതിയിലും ഉണ്ടാക്കുന്ന നെയ്പ്പത്തിരിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ. ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ,
ഇത്രയും മതി. ഇനി ഇത് നമ്മളൊരു ചപ്പാത്തീനെ ഈ ഒരു ഉണ്ടേൻ്റെ പരുവത്തിലാക്കിയിട്ട് ജസ്റ്റ് ഞാൻ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തു കൗണ്ടർ ടോപ്പിൽ. അവിടെ ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. കയ്യിലും ജസ്റ്റ് ഒരു എണ്ണമയം ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് പ്രസ്സിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് പരത്തിയെടുക്കാം. നമ്മൾ പത്തിരിപ്പൊടിൻ്റെ ഒന്നും ഹാർഡല്ല. അങ്ങനെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട പരുവത്തിന് അത് കിട്ടും. പിന്നെ കട്ടിയായിട്ടല്ല ഉണ്ടാക്കണ്ടേ. എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. പക്ഷേ അവൾ എനിക്ക് പറഞ്ഞു തന്നത് കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്ക് കട്ടിപ്പത്തിരിനേക്കാളും എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമായത് ഈ ഒരു തിക്നെസ്സിൽ, അതായത് കുറച്ചൊന്ന് കനം കുറച്ച് പരത്തിയിട്ട് സാധാ നെയ്പ്പത്തിരി ആയിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കിക്കോ. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായത് ഇതുപോലെ കുറച്ച് തിന്നായിട്ട് നമ്മൾ സാധാ നെയ്പ്പത്തിരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കുഴക്കുന്നതും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ കട്ടിയിൽ, നമ്മൾ പൊരിച്ച പത്തിരീൻ്റെ ഇല്ല ആ ഒരു കട്ടിയില്ലേ കനത്തിൽ വേണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആക്കിയിട്ടെടുക്കാൻ കേട്ടോ. ഇനി ചുടുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കുറച്ച് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്, ബാക്കി എനിക്ക് പരത്താനുണ്ട്. ചുടുന്ന സമയത്ത് നമുക്ക് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്യാം. രണ്ടും പരത്തലും ചുടലും ഒരുമിച്ചങ്ങ് കഴിഞ്ഞോളും. നമ്മൾ കറി വെജിറ്റബിൾസൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കിയാൽ അത് റെഡിയായി കിട്ടും. പിന്നെ നെയ്പ്പത്തിരിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായതിന് ശേഷം വേണം നെയ്പ്പത്തിരി ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കാനേ. അപ്പോൾ പെട്ടെന്ന് പൊള്ളി നല്ല റെഡി ആയിട്ട് കിട്ടും. മാത്രമല്ല പൊട്ടിപ്പോവുകയോ അതുപോലെ തന്നെ എണ്ണ കുടിക്കുകയോ ഒന്നുമുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിത് കാണിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ പരത്തുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ പൊരിച്ച പത്തിരി ആ ഒരു കട്ടിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ കുക്കാക്കി എടുക്കണം കേട്ടോ. രണ്ട് ഭാഗം കുക്കാക്കി എടുത്തിട്ട് പൊള്ളി വരും. ഭയങ്കര പൊള്ളലല്ല, ഇതുപോലെ പൊള്ളൂല. എന്നാലും ജസ്റ്റ് എന്താ പറയുക കട്ടിപ്പത്തിരി നെയ്പ്പത്തിരി അങ്ങനെ പൊള്ളി വരില്ലല്ലോ, ബലൂൺ പോലെ ഇതുപോലെ. അപ്പോൾ ആ രീതിയിൽ പൊള്ളി വരും. അപ്പോൾ രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ കളറാക്കി ഉള്ളു കുക്കായി എന്ന് തോന്നുന്ന സമയത്ത് എടുക്കുക. അതും എണ്ണയൊന്നും കുടിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ രാവിലെ ഉണ്ടാക്കിയത് ആ ഒരു കട്ടിയിൽ ആയിരുന്നു കുറച്ച്. പക്ഷേ ഞാൻ വീണ്ടും പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ ഒരു റെസിപ്പിയിൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളാക്കിയിട്ട്, ഇത് നിങ്ങൾ ഫ്ലെയിം ഒന്നും കുറക്കണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊള്ളി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. റവയല്ലേ, നമ്മൾ അരി പോലെ അങ്ങനെ വേവേണ്ട കുറേ അധികം ടൈം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇട്ട് പൊള്ളി വന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് കളറായിട്ട് വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. തീ കുറക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ ഓരോരോ നെയ്പത്തിരി ആയിട്ടിനി ചുട്ടെടുക്കട്ടെ. എൻ്റെ പരത്തലും ചുടലും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ കുറച്ച് വിശേഷങ്ങൾ പറയാം. നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിൻ്റെ എല്ലാവരും അഡ്രസ്സും കാര്യങ്ങളും 4 പേരതും കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആളും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ 4 പേരും നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവർക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ അടുത്ത നമുക്ക് വീഡിയോ ഉള്ള ദിവസം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വ്ളോഗിൽ ഉണ്ടാവും. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇനിയും കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമ്മൾ ഇനിയും ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കൊടുക്കട്ടെ. അതിനുശേഷം നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കാണ് അത് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നല്ല സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മളെ എന്താ പറയുക ഗിവ് അവേ വരുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ഇനിയുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞതല്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാവർക്കും നമുക്കങ്ങനെ തരാൻ പറ്റില്ല, പകുതി പേർക്ക് പോലും തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ നമ്മൾ അങ്ങനെ ആ രീതിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ ആ ഒരു ഭയങ്കര വൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്തായാലും.
അപ്പോൾ നിങ്ങളെന്തായാലും നമ്മളെ വീഡിയോ മാക്സിമം എന്തായാലും കാണുക, കണ്ടിട്ട് ഷെയർ ആക്കുക, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുക, കാര്യങ്ങൾ ലൈക്കും നിങ്ങളെ കമൻറ്റും, അതാ പറഞ്ഞത്, നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്താലാണ്. ചിലർ പറയും ആദ്യമായിട്ടാണ് കമൻറ്റ് ഇടുന്നതെന്ന്. ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ചാനലാണ്, നിങ്ങളെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ് ഞാനിതിൽ കൊണ്ടുവരുന്നത്. അതിന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിന് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ, ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക. അപ്പോഴാണ് നമ്മളെ ചാനൽ എല്ലാവരിലേക്കും എത്തുക, നല്ല നല്ല കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മളെ ചാനൽ അങ്ങനെയാണ് ആളുകളിലേക്ക് എത്തുകയുള്ളൂ, വൈഡാവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലൈക്കും കമൻറ്റും എല്ലാവരും ഓർത്ത് അത് ചെയ്യണം. ഒരു കമൻറ്റല്ല, 1000 കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മറന്നുകൊണ്ട. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിരിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഫ്രോസണായിട്ട് വാങ്ങിയിട്ടുള്ള, അതായത് എന്താ പറയുക, പാക്കിൽ വരുന്ന തേങ്ങാപ്പാലില്ലേ, അതാണേ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാൽ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ വല്ലപ്പോഴും അത് വാങ്ങാറുണ്ട് ഇങ്ങനെ തിരക്കിട്ട എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ചിരകിയിട്ട് നല്ല തിക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അല്ല, നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ, നിങ്ങളൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പിടി തേങ്ങയും ഒരു 5-8 കാഷ്യൂനട്ടും കുതിർത്തതും കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തോ. നമുക്കിപ്പോൾ ഇങ്ങനെ കഴിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മളെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ നെയ്പ്പത്തിരിയും റെഡിയാണ് കേട്ടോ. ഇനിയൊന്നുമില്ല, റഫീക്കയും വണ്ടിയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാനും റഫീക്കയും വാവയും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കിച്ചൺ, നമുക്ക് അകമൊക്കെ ഞാൻ രാവിലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ടിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതാ കിച്ചൺ കൗണ്ടർ ടോപ്പ്, നമ്മൾ പൊടിയൊക്കെ കുഴച്ചതൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീപ്പ് ക്ലീനിങ്ങിനുള്ളൊരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മഴ പോയിട്ട് വേണം എനിക്ക് അതൊക്കെ ഒന്ന് ചെയ്യാനേ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഈ ഒരു തണുപ്പ് അതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു പൂപ്പലും എന്തെല്ലോ നമുക്കൊരു എത്ര നമ്മൾ നീറ്റാക്കിയിട്ടും ഒരു നീറ്റാവാത്തൊരു ഫീല് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. നമ്മൾ കുപ്പിയും മസാല ബോട്ടിൽസും കാര്യങ്ങളും എല്ലാം ഇല്ലേ, പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ കഴുകി ഉണക്കി അപ്പം തന്നെ എടുത്ത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു കണ്ടീഷനിലാവണം. എന്നാലാണ് നമുക്കതൊരു മനസ്സിനും ഒരു സംതൃപ്തി കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ കഴുകാമെന്ന് എല്ലാം പതുക്കെ കഴുകി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ ഒന്ന് ലഞ്ച് കുക്ക് ചെയ്തെടുക്കണം, എന്തെങ്കിലും ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തെടുക്കുള്ളൂ ഇന്ന് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ പോകുന്നത് ചുണ്ടയിലേക്കാണ് കേട്ടോ പോകുന്നത്, ഞാനും റഫീക്കയും. വേറൊന്നുമല്ല, ഇന്ന് ഏട്ടത്തിൻ്റെ മോന് പോവാണ് കേട്ടോ, അവന് റിയാദിലേക്ക് പോവാണ്. അപ്പം ഞാൻ പോകുന്നില്ല, കൊണ്ടുവിടാൻ ഞാൻ പോകുന്നില്ല. പിന്നെ പക്ഷേ ഓനൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് യാത്രയൊക്കെ പറഞ്ഞതാണ്, ഇനി പോകുന്ന സമയത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പറഞ്ഞില്ല മുട്ടായി ഹവ്വക്കും ഹനൂനും ഞാൻ വാങ്ങിയിട്ടില്ല, 2 ഉള്ളൂ. ഒരു ഹനൂന് കൊടുക്കണേ. ഇതാരതാ കുപ്പായം? എന്റേതാ? അപ്പോൾ ഇവർ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. കുട്ടികളൊക്കെ കുളിക്കുന്നു, അങ്ങനെ ഒരുങ്ങാനൊക്കെ നോക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് സമയം നിന്നിട്ട് ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്മ പോട്ടെ, ടാറ്റാ ബൈ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല.
ഞാൻ പോട്ടെ. മിന്തി പറ ഹിന്ദിയോ? സോറി. ഞങ്ങൾ നോക്കിക്കോളിട്ടോ. 1 മണി 1:30 ഇല്ലേ? അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ ഉപ്പയും ഉമ്മയും വന്ന സമയത്ത് ഞാനെടുത്ത വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അവർ ഉംറക്ക് പോയിട്ട് വന്നപ്പോൾ ഞാനെടുത്ത കുറച്ച് ക്ലിപ്പുകൾ കേട്ടോ. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അന്നത്തെ ദിവസം. അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അവർ വന്ന് എന്താ പറയുക, വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ചെറിയ യാത്രാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും മാഷാ അല്ലാഹ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മയപ്പയും അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഉംറക്ക് പോയിട്ട് അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല കേട്ടോ. പറഞ്ഞ് തന്നാലും കേട്ടാലും നമുക്ക് കണ്ടാലും പിന്നെയും 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 കണ്ടാലും കേട്ടാലും പിന്നെയും പിന്നെയും കേട്ടാലും അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മതി വരൂലല്ലോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവർ പോയതിന് ശേഷം മുഹമ്മദ് ഒന്ന് ഹോസ്പിറ്റലിലായി, പിന്നെ എൻ്റെ വയ്യായ്ക്കുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എപ്പോഴും ഒന്നും വിളിക്കാൻ പറ്റില്ല. എന്നാൽ വിളിക്കും, കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മളും ഇവിടുത്തെ അങ്ങനത്തെ കാര്യങ്ങളും നമ്മളും പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മാൻ്റെ അനിയത്തി അങ്ങോട്ടേക്ക് പോയിട്ടോ, അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഉമ്മാൻ്റെ അനിയത്തിക്ക് ചെറിയ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഞാനിവിടുത്തെ വോയിസ് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. കുട്ടികളെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഉംറക്ക് പോയി വന്നാൽ നമുക്ക് അവിടുത്തെ ഈത്തപ്പഴം അതുപോലെ തന്നെ സംസം വെള്ളം ഒക്കെ കുടിക്കാനുള്ള ആ ഒരു ഒരുക്കവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ കുറച്ച് ഉപ്പ കുട്ടികൾക്കൊക്കെ കുറച്ച് മുട്ടായും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ അജുവ ഈത്തപ്പഴം. അങ്ങനെ നമ്മൾ സംസം വെള്ളമൊക്കെ കുടിച്ചു. അവർ കൊണ്ടുവന്ന ഈത്തപ്പഴമൊക്കെ കഴിച്ചു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അവരുടെ ഉംറയും അവരുടെ പ്രാർത്ഥനയും ഒക്കെ അള്ളാഹു നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സലാം പറയാൻ, റസൂലിനോട് സലാം പറയാനും പ്രാർത്ഥനകൾക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ, ഞാനിങ്ങനെ കണ്ടിട്ടാണ്. ഇവിടെ 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 വെക്കേ, നോക്കട്ടെ നോക്കട്ടെ. സൗണ്ട് കിട്ടട്ടെ. ഫോണ് നമുക്ക് നാണക്കണേ. ഉപ്പ 3 ചെറിയ ആൺകുട്ടികൾക്കും ഇതുപോലെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഓരോന്നും എടുത്തിട്ട് കളിക്കാൻ പറ്റൂല. കാര്യം മുഹമ്മദിന് അതൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ ഓൻ്റെത് ആദ്യം ഓനക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൽ ബാറ്ററി ഇട്ട് കൊടുത്തപ്പോൾ ഇഷ്ടമായി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളെല്ലാവരും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത്.
അപ്പോൾ റഫീഖയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. റഫീഖ് വന്നിട്ട് പിന്നെ റഫീഖ രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.